പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഈ വീഡിയോയിൽ പരിശോധിക്കാൻ പോകുന്നത് വാട്സപ്പിൽ പുതുതായിട്ട് വന്ന ഒരു അപ്ഡേറ്റിനെ കുറിച്ചാണ് കേട്ടോ. ഈ ഉപകാരപ്രദമായിട്ടുള്ള വാട്സപ്പ് അപ്ഡേറ്റ് നിങ്ങൾക്ക് എല്ലാവർക്കും ഉപയോഗം വരും എന്നാണ് എൻ്റെ വിശ്വാസം. അപ്ഡേറ്റ് എന്താണ് കാര്യങ്ങളെല്ലാം നമുക്ക് വീഡിയോ കണ്ട് മനസ്സിലാക്കാം. എപ്പോഴും പറയും പോലെ ഇത്തരത്തിലുള്ള വാട്സപ്പ് അപ്ഡേറ്റ് മൊബൈൽ ടെക് വീഡിയോകൾക്ക് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൊടുക്കുക. അടുത്തുള്ള ബെല്ലേക്ക് എനേബിൾ ചെയ്ത് ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ അപ്ലോഡ് ചെയ്ത വീഡിയോകൾ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്. ഈ വീഡിയോ ഇഷ്ടമായാൽ ഈ വീഡിയോക്ക് ലൈക്ക് തരിക. നിങ്ങളുടെ വലിയ അഭിപ്രായങ്ങൾ നിർദ്ദേശം താഴെ കടന്ന കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. എന്തായാലും ആ അപ്ഡേറ്റ് എന്താണെന്ന് നോക്കാൻ വേണ്ടി ഞാൻ വാട്സപ്പ് ഓപ്പൺ ചെയ്യാൻ പോവുകയാണ്. സാധാരണ നമുക്കറിയാം, നമുക്ക് ഏതെങ്കിലും ഒരു പിക്ചർ ആർക്കെങ്കിലും അയച്ചു കൊടുക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഗ്യാലറിയിൽ നിന്ന് ഒരു പിക്ചർ എടുത്തതിന് ശേഷം ഈ HD എന്നുള്ള ഓപ്ഷൻ ഇതിൽ കാണാൻ സാധിക്കും. അത് നമ്മൾ ക്ലിക്ക് ചെയ്തതിന് ശേഷം നമ്മളിതുപോലെ സെലക്ട് ചെയ്തതിന് ശേഷം നമ്മൾ അയച്ചു കൊടുക്കും. എന്നാൽ മാത്രമേ നമുക്ക് കറക്റ്റ് ആയിട്ടുള്ള ക്വാളിറ്റി ആ പിക്ചറിന് കിട്ടത്തുള്ളൂ. പക്ഷേ ഇപ്പോൾ നമുക്ക് വാട്സപ്പ് പുതിയൊരു അപ്ഡേറ്റ് കൊണ്ടുവന്നത് പ്രകാരം നമുക്കത് സെറ്റിംഗ്സിൽ കയറിയതിന് ശേഷം ഇവിടെ നമുക്ക് സ്റ്റോറേജ് ആൻഡ് ഡേറ്റ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും. നമ്മളതൊന്ന് ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇതിൽ മീഡിയ അപ്ലോഡ് ക്വാളിറ്റി എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ പുതുതായിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. അത് നമ്മൾ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇതിൽ സ്റ്റാൻഡേർഡ് ക്വാളിറ്റിയാണ് സാധാരണ കൊടുത്തിട്ടുള്ളത്. ഡിഫാൾട്ടായിട്ട് നമ്മൾ HD ക്വാളിറ്റി കൊടുത്ത് സേവ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും നമുക്ക് ഇതുപോലെ HD ആക്കി കൊടുക്കേണ്ട ആവശ്യമില്ല. ഇപ്പോൾ നമുക്ക് കാണാൻ സാധിക്കും HD ഡിഫാൾട്ടായിട്ട് തന്നെ അതിൽ ആയിട്ടുണ്ട്. നമുക്ക് സെൻഡ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. കാര്യം നേരത്തെ നമുക്ക് ഇതുപോലെ ഏതെങ്കിലും പിക്ചർ നമ്മൾ ക്ലിക്ക് ചെയ്താൽ മാത്രമേ സെൻഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇപ്പോൾ ഡിഫാൾട്ടായിട്ട് തന്നെ ആ സെറ്റിംഗ്സ് സേവ് ആക്കി വെക്കുന്നതോടുകൂടി നമുക്ക് എന്ത് ചെയ്യാം, അത് നമുക്ക് സെൻഡ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി, HD ആയിക്കോളും. എന്തായാലും ഈ അപ്ഡേറ്റ് വളരെയേറെ ഉപകാരമായിരിക്കും എന്നാണ് എൻ്റെ വിശ്വാസം. മറ്റൊരു അറിവുമായി എത്തുന്നവരെ ഗുഡ് ബൈ. MK ചോയ്സ്.